ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് 6ാം ഘട്ടത്തിൽ നടന്നിട്ടുള്ള പരീക്ഷ, അതായത് LDC പരീക്ഷയുടെ പ്രതീക്ഷിക്കാവുന്ന ഒരു കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് പറയാം. തൊഴിൽ വാർത്തയിൽ സാധാരണ വരാറുണ്ടല്ലോ പരീക്ഷ കഴിഞ്ഞാൽ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം 5ാം ഘട്ടത്തിലൊക്കെ പോലെ തന്നെ ലളിതമായ ചോദ്യങ്ങൾ തന്നെയാണ് 6ാം ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതായത് എറണാകുളം, വയനാട് ജില്ലകളിലേക്ക് നടന്നിട്ടുള്ള LDC പരീക്ഷ കേട്ടോ. അപ്പം LD ക്ലർക്ക് തസ്തികയിൽ എറണാകുളം, വയനാട് ജില്ലകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി ഒക്ടോബർ 5 നടന്ന പരീക്ഷയുടെ ചോദ്യങ്ങളിൽ അധികവും ശരാശരി നിലവാരം മാത്രം ഉള്ളതായിരുന്നു. നേരിട്ടുള്ള ചോദ്യങ്ങളായിരുന്നതിനാൽ ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരിക്കാൻ ഇടയില്ല. വിവരണാത്മക സ്വഭാവമുള്ള ചോദ്യങ്ങളിൽ മിക്കതിലും ഉത്തരസൂചിക കടുപ്പിക്കാത്തതിനാൽ ഉദ്യോഗാർത്ഥികൾക്ക് എളുപ്പം തന്നെ ഉത്തരമെഴുതാൻ കഴിഞ്ഞിരിക്കണം. ഇതുവരെ നടന്ന LD ക്ലർക്ക് പരീക്ഷകളിൽ ഏറ്റവും ലളിതമായി ചോദ്യങ്ങൾ വന്ന പരീക്ഷ ഇതാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ PSC പ്രസിദ്ധീകരിച്ച പ്രാഥമിക ഉത്തര സൂചികയിൽ പിശകുകൾ കടന്നുകൂടിയിട്ടുണ്ട്. അതോടൊപ്പം ഒന്നിലേറെ ഉത്തരമുള്ള ചോദ്യവും പരീക്ഷയ്ക്ക് വന്നു. ചോദ്യങ്ങളെ അവയുടെ നിലവാരം അടിസ്ഥാനമാക്കി വിലയിരുത്തുമ്പോൾ ഈ പരീക്ഷയ്ക്ക് ഇവരെത്രയാണ് കട്ട് ഓഫ് പറയുന്നത്? 63 മുതൽ 70 വരെ. ഓക്കെ, 63-70 റേഞ്ചിലാണ് കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഈ ഉത്തര സൂചികയിലെ പിശകുകൾ നമുക്കൊന്ന് നോക്കാം. PSC പ്രസിദ്ധീകരിച്ച പ്രാഥമിക ഉത്തര സൂചികയിൽ പൊതുവിജ്ഞാനം അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് 2 പിശകുകളാണ് ഉള്ളത്. ഒന്ന്, ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്തെഴുതുക എന്ന ചോദ്യത്തിൽ 2, 4 എന്നീ സൂചനകളായിരുന്നു ശരിയല്ലാത്തവ. അതായത് ബ്രഹ്മസമാജം സ്ഥാപിച്ചു, പിന്നെ 1875 ബോംബെയിൽ ജനിച്ചു എന്നത്. എന്നാൽ PSC നൽകിയ ഉത്തരസൂചിക ഇതല്ല. ശരിയായ ഉത്തരസൂചികയും ചോദ്യത്തിനൊപ്പം ഇല്ലായിരുന്നു. ഇനി രണ്ടാമത്തത് ഏതാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആര് എന്ന ചോദ്യത്തിന് ശരിയുത്തരമായ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരസൂചികയിൽ ഇല്ലായിരുന്നു. ഓക്കെ, ജനറൽ സയൻസ് ഭാഗത്ത് വന്ന ഒരു ചോദ്യത്തിൽ ഒന്നിലേറെ ശരിയുത്തര സൂചികകൾ ഉൾപ്പെട്ടു. കാർബൺ ഡൈ ഓക്സൈഡ് ഏതു രാസവസ്തുവിൽ നിന്നാണ് പരിണമിക്കുന്നത് എന്ന ചോദ്യത്തിന് ഫോമിക് ആസിഡ് എന്നാണ് PSC ഉത്തരം നൽകിയിട്ടുള്ളത്. എന്നാൽ ഉത്തരസൂചികയിൽ അസറ്റിക് ആസിഡും നൽകിയിട്ടുണ്ട്. ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡ് ഇവ രണ്ടും വിഘടിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഓക്കെ, ഇനി സയൻസിനും IT-ക്കും കൂടുതൽ ചോദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? സിലബസ് സൂചനയിൽ പറഞ്ഞതിനേക്കാളും കൂടുതൽ ചോദ്യങ്ങൾ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് എന്നീ ഭാഗങ്ങളിൽ നിന്ന് വന്നു. അപ്പം കഴിഞ്ഞ ഒരു സ്റ്റേജിലും നമുക്ക് ഒരു പ്രത്യേക ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അതേപോലെ തന്നെ ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട്. എന്താണ് സിലബസിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് എന്നീ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. ജീവശാസ്ത്രം അല്ലെങ്കിൽ പൊതുജനാരോഗ്യം ഭാഗത്ത് 8 ചോദ്യങ്ങൾ വന്നു. സിലബസിൽ നമുക്ക് എത്ര തന്നിട്ടുള്ളത്? 6 എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ? ജനറൽ സയൻസിലും 7 ചോദ്യങ്ങൾ വന്നു. സിലബസ് പ്രകാരം 5 ആണ്. അപ്പോൾ ഇവർ സിലബസ് ഒന്നും നോക്കാതെയാണ് ക്വസ്റ്റ്യൻ ഇടുന്നത് എന്ന് തോന്നുന്നു. സിലബസിലെ സൂചന 3 മാർക്കിൻ്റേതാണെങ്കിലും കമ്പ്യൂട്ടർ സയൻസിലും 5 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം എക്കണോമിക്സിലും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായി, 7 എണ്ണം ഉണ്ടായിരുന്നു. ഇനി വേറിട്ട ചോദ്യങ്ങൾ. പൊതുവിജ്ഞാന ഭാഗത്ത് വന്ന ചില വ്യത്യസ്തമായ ചോദ്യങ്ങൾ. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആര്? ഓക്കെ, നമ്മൾ PSC ചോദിച്ചു വരുന്ന ഒരു ചോദ്യങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ. ഇന്ന ചോദ്യങ്ങളൊക്കെയാണ്, അതൊക്കെ തന്നെയാണ് നമ്മൾ വീണ്ടും റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരം ചോദ്യങ്ങളൊന്നും നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുമില്ല, നമ്മൾ പഠിക്കുന്നതിൽ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. അത്തരം ക്വസ്റ്റ്യൻസ് ആണ്. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആര്? ഡോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതം. ഓൾ ഇന്ത്യ സർവീസ് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതു പാരാമീറ്റർ നിരീക്ഷിക്കാനുള്ള ഉപകരണമാണ് SPI? ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്കായി ആചരിക്കുന്ന കാലയളവ് ഏത്? ഹരിത രീതിയിൽ വസ്ത്രം അലക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലെ ക്ലൗഡ് സർവീസ് ഏത്? ഇത്തരം ചോദ്യങ്ങളൊന്നും നമ്മൾ ക്ലാസ്സുകളിലായാലും ടെക്സ്റ്റ് ബുക്കിലായാലും നോട്ട് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളല്ല അല്ലേ? നമുക്ക് കിട്ടുന്ന ക്ലാസ്സുകളിലൊന്നും തന്നെ സ്ട്രെസ് ചെയ്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളും അല്ല അല്ലേ നമ്മൾ ഈ ചോദ്യങ്ങളിലൊന്നും കണ്ടിട്ടുള്ളത്.
ഓക്കെ, ഇനി എത്ര പേര് പരീക്ഷ എഴുതി എന്നുള്ളത് നോക്കാം. 6ാം ഘട്ടത്തിൽ 71.25% പേരാണ് ഹാജരായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം എറണാകുളം വയനാട് ജില്ലകൾക്കുള്ള 6ാം ഘട്ട പരീക്ഷയ്ക്ക് 71.25% പേർ ഹാജരായി. 2 ജില്ലകളിലേക്കുമായി 1,10,265 പേരാണ് പരീക്ഷ എഴുതുമെന്ന് കൺഫർമേഷൻ നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിൽ 78,559 പേർ പരീക്ഷ എഴുതി. 31,706 പേർ പരീക്ഷയ്ക്ക് എത്തിയില്ല. ഓക്കെ, ക്ലർക്ക് തസ്തികമാറ്റ പരീക്ഷയാണ് 7ാം ഘട്ടത്തിൽ നടത്തുന്നത്. അത് ഒക്ടോബർ 9-നാണ്. അവസാന ഘട്ടം ഒക്ടോബർ 19-ന് നടത്തും. ഓക്കെ, ഇടുക്കി, മലപ്പുറം ജില്ലകളിലേക്ക് അപേക്ഷിച്ചവരാണ് അന്ന് പരീക്ഷ എഴുതുന്നത്. അപ്പം ഈ 7ാം ഘട്ടത്തിലേക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുക. ഈ LDC അല്ലെങ്കിൽ മറ്റൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഡിസംബറിലൊക്കെ ഏതൊക്കെയോ പരീക്ഷകൾ വരുന്നുണ്ട്. നമുക്കതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് എല്ലാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ഇനി വരുന്ന ഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇവർ പറയുന്ന പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്ക് എത്രയാണ്? 63-70 എന്നാണ് തൊഴിൽ വാർത്തയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. എപ്പോൾ തൊഴിൽ വാർത്തയിലെ കട്ട് ഓഫ് മാർക്ക് ഇട്ടാലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കട്ട് ഓഫാണ് പലരും കമൻറ്റ് ചെയ്ത് അറിയിക്കാറുള്ളത്. എന്ത് തന്നെയായാലും ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.